വെൽക്കം ബാക്ക് ടു ലേണിനോ. PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് 2 പരീക്ഷകളാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 125/2024 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജസിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. നല്ല സ്കെയിൽ ഓഫ് പേ ആണ് വരുന്നത്. 3 വേക്കൻസീസ് ആണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് 17/7/2024 വരെ, അതായത് ജൂലൈ 17th വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഒന്ന് നോക്കാം. ഓക്കെ, 18 to 36 ആണ്. ദെൻ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറീസിൽ അതിനനുസരിച്ച് തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. അതായത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MSc കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനോടൊപ്പം തന്നെ നമുക്ക് PGDCA സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവരും ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. അതേപോലെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അത് കൂടാതെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഏത് ബ്രാഞ്ചിലുള്ളവർക്കും ഒപ്പം ഈ പറഞ്ഞ പോലെ A level സർട്ടിഫിക്കറ്റ് ഫ്രം DOE, PGDCA from an approved government or university from a recognized യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്കുള്ള നല്ലൊരു അവസരമാണിത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഹയർ വെച്ചിട്ട് ഇപ്പൊ MTech കമ്പ്യൂട്ടർ സയൻസ്, MTech സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്, ജൂലൈ 17th വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ കാറ്റഗറി നമ്പർ 130/2024 ആണ്. ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ, കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. Again 3 വേക്കൻസീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ജൂലൈ 17th തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് BA or BSc or BCom or equivalent 3-year degree awarded by a recognized university എന്നാണ്. അപ്പൊ ജനറൽ ആയിട്ടാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ 3-year experience in programming and computer operations under a public sector undertaking or an industrial undertaking. അപ്പോൾ എക്സ്പീരിയൻസും കൂടെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ് പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നോക്കി നമ്മുടെ എലിജിബിലിറ്റി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതും 18 to 36 തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് 17th ആണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 2 പോസ്റ്റുകളാണ് നമ്മളിപ്പം പറഞ്ഞത്. എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാം. താങ്ക് യു.